നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകാവസാനം എന്ന് 2018 മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ പഴയ കഥയല്ലേ എന്ന് പലരും പലതരത്തിലുള്ള വാർത്തകൾ പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു അന്ത്യമില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം വരികയാണ്. ആധുനിക ശാസ്ത്രം ഭൂമിയുടെ അത്യന്തത്തെക്കുറിച്ചുള്ള പല പുതിയ മാർഗങ്ങളും കണ്ടെത്തുന്ന തിരക്കിലാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് ഏറ്റവും ആശങ്കയുയർത്തുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം നശിക്കാനുള്ള ഒരു ബട്ടൺ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. ഫാൾസ് വാക്യൂം ഡീകേ എന്നാണ് ഈ ബിൽഡിൻ ആയിട്ടുള്ള സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ അറിയപ്പെടുന്നത്. ഈ ബട്ടൺ ആരെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്ര രാജ്യങ്ങളും എല്ലാം തുടച്ചു നീക്കപ്പെടും. നമ്മൾ അറിയുന്ന തരത്തിലുള്ള ജീവൻ എന്നത് പിന്നീട് സാധ്യമാകില്ല. നമ്മുടെ പ്രപഞ്ചം അതിന്റെ ഏറ്റവും സ്ഥിരതയാർന്ന അവസ്ഥയിൽ അല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് അടിസ്ഥാനപരമായ ആശയം. അതായത് ശാസ്ത്രജ്ഞർ ഫാൾസ് വാക്യൂം എന്ന് വിളിക്കുന്ന ഒന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഭാഗത്തെ അതിന്റെ സ്ഥിരതയാർന്ന അവസ്ഥയിലേക്ക് മാറ്റിയാൽ ട്രൂ വാക്വത്തിന്റെ ഒരു കുമിള രൂപം കൊള്ളുന്നു. അതിനെ സ്പർശിക്കുന്ന എന്തിനേയും അത് നശിപ്പിക്കും. വശങ്ങളിൽ നിരവധി ഡൊമിനോകൾ സ്ഥാപിച്ച ഒരു മേശയുടെ മുകളിൽ തട്ടുപോലെയാണ് പ്രപഞ്ചമെന്ന് ന്യൂ ക്ലാസിൽ യൂണിവേഴ്സിറ്റിയിലെ കോസ്മോളജിസ്റ്റായ പ്രൊഫസർ ഇയാൻ മോസ്റ്റ പറയുന്നു. അതിൽ ഒരെണ്ണത്തിന്റെ എങ്കിലും ഒരു ഇളക്കം തട്ടുന്നത് വരെ അവയ്ക്കെല്ലാം നേരെ നിൽക്കാൻ കഴിയും. ഒരെണ്ണം ഇളക്കി വീണാൽ അത് മറ്റെല്ലായിടത്തും വീഴ്ത്തും. അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഏതൊരു പദാർത്ഥത്തിലും നിശ്ചിത അളവിൽ ഊർജം അടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് വർദ്ധിക്കും തോറും അത് കൂടുതൽ അസ്ഥിരമായിക്കൊണ്ടേയിരിക്കും. ഊർജം കുറവായിരിക്കുമ്പോഴാണ് പദാർത്ഥം കൂടുതൽ സ്ഥിരതയാർജിക്കുന്നത്. ഇത്തരം ഒരു പ്രക്രിയയിലൂടെ ആയിരിക്കും പ്രപഞ്ചത്തിന്റെ അന്ത്യം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അംഗരാജ്യങ്ങൾ ഈ കരുതിയിരിക്കുമെന്ന ജർമ്മൻ സൈനിക മേധാവി പറയുകയുണ്ടായി. ഓരോ വർഷവും 100 കണക്കിന് ടാങ്കുകളാണ് റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ജനറൽ കാറ്റസ് ബെരു BBC-യോട് പറഞ്ഞു. നാറ്റോ അംഗങ്ങളായ ബാൾട്ടി രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ അത് ഉപയോഗിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നു. 2029-ലോ അതിനു മുൻപോ അത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോ സഖ്യം ഒരേ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്തിടെ ഹംഗറിയും ചെക്ലോവാക്കിയയും ചില വിഭിന്ന നിലപാടുകൾ എടുത്തിരുന്നു എന്ന് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സിംഗപ്പൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രതിരോധ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹംഗറി നാറ്റോയുടെ പ്രതിരോധ ഉച്ചകോടി കൂടുതൽ ഇരിക്കവെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടനമാകുന്നത്.